മൂന്നാമ്പിള്ളേര് വാ, നന്ന കൊച്ചുകുട്ടികൾ വേണ്ട, വാ. മൂന്നാമ്പിള്ളേര് വാടാ. എന്താണ് ബാബുവേട്ടാ നിങ്ങൾ ഇങ്ങനെ? മൂന്നാമ്പിള്ളേര് വാ, 4 പെമ്പിള്ളേര് വന്നു, 2 ആമ്പിള്ളേര് വാ. 2 ആമ്പിള്ളേര് നമ്മുടെ കാസർഗോഡിന്റെ മണ്ണിലില്ലേ? വാ, പേടിക്കണ്ട, ഒന്നുമില്ല, ടെൻഷൻ അടിക്കണ്ട. മോൻ വാ, ഓടി വാ, വാടാ, നീ വാ, നീ ടെൻഷൻ അടിക്കല്ലേ, വാ. കഴിഞ്ഞ മോനെ പരീക്ഷ പേപ്പർ കിട്ടിയിട്ട് എനിക്ക് ആകെ പ്രശ്നം വരാൻ പോവാ. ഇങ്ങോട്ട് വാ, 2 ആമ്പിള്ളേര് വാ. ഇങ്ങനെ തെണ്ടിക്കല്ലേ? എത്ര സമയം ഞാൻ ഇറക്കുന്നത്? 2 ആമ്പിള്ളേർ വാടാ, 2 ആമ്പിള്ളേർ വരണം, വാ. തള്ളിവിട്, വാ മോനെ, വാടാ, നീ ധൈര്യമായിട്ട് വാ, വാ, നീ ധൈര്യമായിട്ട് വാ. നീയാടാ നമ്മുടെ രജനീകാന്ത്, വാടാ. ഒരാൾ കൂടെ വാ, നല്ല കൈഡ് കൊടുക്കും മോനെ. ഒരാൾ കൂടെ വാ, ഒരാള് വാ, ഒരു പയ്യൻ വാ. മോനെ അവന് വരണം ആഗ്രഹമുണ്ട്, വാ, ഓടി വാ. ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും, ഏതാണ്? ഓടി വാ, ഓടി 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 വാ. യെസ്, നമുക്ക് ഉള്ള സ്ഥലം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം കേട്ടാ. മോൻ ഈ സൈഡിൽ നിന്നു, കുറച്ച് ഇങ്ങോട്ട് നിന്നേ. ഉള്ള സ്ഥലം വെച്ച് അഡ്ജസ്റ്റ്, അത് നമുക്കൊന്ന് പരിചയപ്പെടാൻ പെട്ടെന്ന്. അതിനുശേഷം ബാക്കിയുള്ള കാര്യത്തിൽ. പേര് പറ. ആദിത്യൻ. എത്രയല്ല പഠിക്കണേ? 4ാം ക്ലാസ്. ഏത് സ്കൂളിലാണ് പഠിക്കണേ? എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? എങ്ങനെ പോണു? ആർക്ക്? ഓക്കെയാണ്. പരീക്ഷ പേപ്പറൊക്കെ കിട്ടാൻ പോവല്ലേ? ഇപ്പൊ നാളെ കിട്ടില്ലേ? ഏതിലായിരിക്കും, ഏത് വിഷയത്തിലായിരിക്കും മാർക്ക് കുറവ്? ഇംഗ്ലീഷ്. നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് പിന്നെ ഇംഗ്ലീഷിൽ മാർക്ക് കുറഞ്ഞിട്ട് പിന്നെ അമ്മ അച്ഛനും വെറുതെ പറയാൻ പാടില്ല. അവൻ പറഞ്ഞു നേരത്തെ ഇംഗ്ലീഷിൽ മാർക്ക് കുറവായിരിക്കുന്നു. പേര് പറ. നല്ല പേരാണല്ലോ സംസാരിക്കും. അടുത്തോട്ട് സംസാരം. എത്രയല്ല പഠിക്കണേ? ഏത് സ്കൂളാണ് പഠിക്കണേ? എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ടോ? ഹാപ്പിയാണ്. ആരാ വന്നിരിക്കുന്നത് ഇവിടെ? കൂടെ ആരൊക്കെയാ വന്നിരിക്കുന്നത് ഇവിടെ? പേര് പറ. ഡാൻസ് ഉണ്ടോ ഇവിടെ? ആയിഷക്കുട്ടി സുഖായിരിക്കുന്നോ? എത്രയല്ല പഠിക്കുന്ന ആയിഷക്കുട്ടി? ഈ ഡ്രസ്സ് ആരാ വാങ്ങിച്ചത് ആയിഷക്കുട്ടിക്ക്? ഉമ്മയുടെ പേരെന്താ? എവിടുന്നാ വാങ്ങിച്ചത്? കാസർഗോഡ് നിന്നാണോ വാങ്ങിച്ചത്? ഓക്കെ, ശരി. അന്ന് കുഞ്ഞു മോളാണ് നമുക്ക്. ശരി, പേര് പറ. ആള് അടിക്കാറൊക്കെ ഉണ്ടോ വീട്ടിൽ നിന്ന്? നിങ്ങൾ അടികൂടാന്നാണല്ലോ ഉമ്മ പറഞ്ഞു. വീട്ടിൽ ഭയങ്കര പ്രശ്നക്കാരാന്നല്ലോ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എത്രയല്ല പഠിക്കണം മോള്? 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. യെസ്. സുഖാണോ? അവിടെ പേടിക്കൊന്നും വേണ്ട, ഒന്നും പേടിക്കണ്ട. പേര് പറ. ഗൗതം കൃഷ്ണക്ക് നല്ല ഗൈഡ് കൊടുത്ത്. ലാസ്റ്റ് വന്ന ആളാണ് കേട്ടോ ഗൗതം കൃഷ്ണ. എത്രയല്ല പഠിക്കണേ ഗൗതം കൃഷ്ണ? എവിടെയാ പഠിക്കുന്നേ? ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് എന്താണ് പറയാൻ പോകുന്നുള്ളതായിരിക്കും. ഗൗതം ഒന്നുമില്ല കേട്ടോ, ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് ചെറിയൊരു ഗെയിമാണ്. മക്കളെ ഇങ്ങോട്ട് കയറിയുന്നേ. ആദ്യം ഈ ചെരുപ്പെല്ലാം അഴിച്ചു വെച്ചേ. മക്കളെല്ലാവരും ചെരുപ്പൊന്ന് അഴിച്ചു വെച്ചേ. മക്കൾക്ക് ഒന്നും അറിയാതെ വന്നിരിക്കുന്ന മക്കൾക്ക് നല്ല കൈഡി കൊടുക്കും ഉഷാറായിട്ട്. അതല്ലേ വേണ്ടേ? എല്ലാവരും നല്ല കൈഡി കൊടുക്കുന്നേ. അവർ മത്സരിക്കട്ടെ. അവരുടെ സമയമല്ല ഇപ്പം. നമ്മളൊക്കെ ഈ സമയത്ത് വാ, എല്ലാവരും ചെരുപ്പൊക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചു. സൈഡിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. ഇതിൽ 3 പേർക്കാണ് ഞാൻ സമ്മാനം തരാമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ചിങ്ങോട്ട് വിട്ടുന്ന മോളെ, ഇത്തിരി വിട്ടുന്നേ മോള്. മെല്ലെ ചെയ്താൽ മതി കേട്ടോ. ഗെയിം നന്ന കുഞ്ഞുകുട്ടിയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് ഇങ്ങോട്ട് മക്കളെ, അതായത് നമ്മൾ സാധാരണ ഈ ഓണം, വിഷു ആഘോഷ സമയത്തൊക്കെ, പെരുന്നാൾ സമയത്തൊക്കെ ഈ ക്ലബിന്റെ പരിപാടിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളൊരു ക്യാപ്പ് പാസിംഗ് ഗെയിം അറിയാവോ? ഒരു പാട്ട് പ്ലേ ചെയ്തിട്ട് ഇങ്ങനെ ക്യാപ്പ് ഇങ്ങനെ പാസ് ചെയ്തു. ആരുടെ ആ പാട്ട് പോസ് ചെയ്യുന്ന സമയത്ത് ആരുടെ കയ്യിലാണ് ക്യാപ്പ് ഉണ്ടാവുക? അത് അല്ലേ? അറിയാലോ, എല്ലാം അറിയാലോ. അറിയില്ല മോനെ? ഗൗതം അറിയാം. ഇവിടെ ക്യാപ്പിന് പകരം ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് തളയല്ല. മക്കൾക്ക് എന്തെങ്കിലും ഒരു ഗെയിം ചെയ്യണം, സമ്മാനം കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ചെറിയൊരു കയറാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ഇത്രേ ഉള്ളൂ. കൈ പിടിച്ചോ. അങ്കിൾ അവിടെ നിന്ന് ഒരു പാട്ട് പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ കയറിലൂടെ ഇറങ്ങി മെല്ലനെ ഇറങ്ങുക. അത് നേരെ അടുത്ത ആളെ കയ്യിൽ കൊടുക്കുക. മനസ്സിലായോ? പാട്ട് പോസ് ചെയ്യുന്ന സമയത്ത് ആരുടെ കയ്യിലാണോ ഈ കയറ് വരുന്നത് അവർ ഗെയിം ഒന്ന് ഔട്ട് ആവും. കുഞ്ഞുമോളെ അതാ പറഞ്ഞത്, കുഞ്ഞുമക്കൾക്ക് ചെയ്യാൻ പറ്റുമോ അറിയില്ല. പക്ഷേ മോക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്ന് വിട്ടു നിന്നോ. വളരെ സ്പീഡായിട്ട് ചെയ്യണം. ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. സാവധാനം ചെയ്താൽ മതി. മോള് സാവധാനം ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ അതിനനുസരിച്ച് പാട്ടിനനുസരിച്ച് കൈയടിച്ച് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ആദ്യം ഒന്നും കൂടി മക്കൾക്ക് നല്ലൊരു ഗൈഡ് കൊടുത്തു ഉഷാറായിട്ട്. 3 സമ്മാനങ്ങളേ ഉള്ളൂ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അപ്പോൾ തുടങ്ങുകയാണേ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ റിങ് നേരെ അങ്ങോട്ട് എറിഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഓക്കെ, റെഡി? അപ്പൊ പാട്ട് പ്ലേ ചെയ്യാണ്. പാട്ടിനനുസരിച്ച് കൈയടിക്കുക. റെഡി? 1 2 3 സ്റ്റാർട്ട്. എടുത്തു കൊടുക്ക്. ഫാസ്റ്റ് ആയിക്കോട്ടെ. സാവധാനം നോക്കിയാൽ മതി മോളെ. ഇതൊക്കെ നോക്കണം. ഡാൻസ് കളിക്കേണ്ടതാണ്, ശ്രദ്ധിക്കുക. എടുത്തു കൊടുക്ക്. കയ്യടി പോലെ ഉഷാറായിട്ട് കയ്യടി വേണം. ഗംഭീരമായിട്ടുള്ള സമ്മാനമാണ്. കണ്ണടയെന്ന് മാറ്റി വെച്ചോ. സാരില്ല, എനിക്ക് രാഷ്ട്രീയത്തിൽ നല്ല ഭാവി ഞാൻ കാണുന്നുണ്ട് കേട്ടോ.
ഓക്കെ, താങ്ക് യു സോ മച്ച്. മോനെ നല്ലൊരു സമയം കുറവായതുകൊണ്ടാണ്. വാ ഇനി കുറച്ചും കൂടി ഒന്ന്, ഇനിയിപ്പോൾ ഇത്ര പേര് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് തുടങ്ങാൻ. വീണ്ടും കയ്യടി വേണം കേട്ടോ, നന്നായിട്ട് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണേ. നല്ല സമ്മാനമാണ് ഇവർ കാത്തിരിക്കുന്നത്. റെഡി, കയ്യടി കൂടെ എല്ലാവരും പ്ലീസ്, എല്ലാവരും ഓൾ ഓഫ് യു. എടുത്തു സാവധാന. കൊടേ നല്ല പാട്ടാണ്, സൂപ്പർ പാട്ടാ, നല്ല പാട്ടാണ്. ഷാപ്പിലെ കള്ളും പിന്നെ പൊന്നാനി നെല്ലും താവീടും നാലുമാറിക്കില വെച്ചേ പിന്നെ വീതും. ഒന്നാം ക്ലാസ്സിലെ മോളാണ്. ആരാ ഔട്ടായത്? ഭാവയാണോ ആളാണോ? ശ്രദ്ധിച്ചിരിക്കണ്ടേ. കുരുമ്പമ്മ നടയിൽ രേവതി നാളിലെന്നെത്തും പിന്നെ അശ്വതി ആളല്ലേ? ഓക്കെ, മോന്റെ പേര് ഗൗതം കൃഷ്ണക്ക് നല്ലൊരു ഗൈഡ് കൊടുത്തേ. നിന്നോട് ആരായി കയറ് പിടിക്കാൻ പറഞ്ഞത്? തള്ളി വിടണ്ടേ? ഓക്കെ, അങ്ങനെ ആമ്പിള്ളേരൊക്കെ പോയി. ഇനി 3 ഇത്രേ ഉള്ളൂ. ഇപ്പൊ തുടങ്ങും. മോൾ എത്രയിലാണ് പഠിക്കണേ? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരി വിജയിക്കുമെന്ന് പറയുന്നവരൊന്ന് കൈയടിച്ചേ. യെസ്, അപ്പൊ ഉഷാറായിട്ട് മത്സരിക്കണം കേട്ടോ. റെഡി? അപ്പൊ റെഡി, കയ്യടി പോരപ്പാ. പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി എല്ലാവരും ശ്രദ്ധിക്കണേ. റെഡി, കയ്യടി പോരാ. മെല്ലെ കൊടുത്തു മോളെ, കുഞ്ഞു മോളെ എടുത്തുകൊടേ. ഡാൻസ് കളിക്കട്ടെ, കോസ്റ്റ്യൂം ഒക്കെ പ്രശ്നമാവും. ഓക്കെ, റെഡി, കുഴപ്പമില്ല. ശരി, ഇനി 3 പേര് മാത്രമേ ഉള്ളൂ. യെസ്, ഇത് ആരാണ് മത്സരിച്ച് വിജയിക്കാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ മോളുട്ടി റെഡി? മോളെ പേരൊന്നും കൂടി പറഞ്ഞേ. മറിയം കുട്ടി നന്നായിട്ട് മത്സരിക്കണം കേട്ടോ. ഓക്കെ, റെഡി, പ്ലേ. നന്നായിട്ട് കയ്യടി പോരാ, ഉഷാറവിടെ. കയ്യടി പോരാ. അതാ പ്ലീസ്, കഴിഞ്ഞതാ. എടുത്ത് മെല്ലെ എറിഞ്ഞു കൊടുത്തു. പറയും കൂട്ടി സ്പീഡ് ആയിക്കോട്ടെ. കഴുത്ത് നോക്കണേ. റെഡി, എടുത്തു കൊട്. കുഴപ്പമില്ല. സൂപ്പറായിട്ട് മത്സരിച്ചു കേട്ടാ, അടിപൊളിയായിട്ട് മത്സരിച്ചു. നല്ല കൈ കൊടുത്ത് മറിയാൻ കുട്ടിക്ക്. മുൾട്ടി ഇവിടെ നിന്നോട്ടെ. പോലെ ശരി. ഇനി ഫേസ് ടു ഫേസ് നോക്ക്. മോൾ എത്രയാണ് പഠിക്കണേ? സംസം. മോളെത്രയില്ല? 2. അപ്പൊ ഫൈനലിലേക്ക് പോണു കേട്ടോ. മുൾട്ടി പോവരുതേ. റെഡി? ഓർക്കസ്ട്രേഷൻ അങ്കിൾമാർ എടുക്കാൻ നിന്നോ, അല്പം പാട്ടൊക്കെ പഠിക്കും കേട്ടോ. റെഡി, കയ്യടി പറ്റും എല്ലാവരും പ്ലീസ്. 2ാം ക്ലാസ് 4ാം ക്ലാസ് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ആര് വിജയിക്കും നമുക്ക് നോക്കാം. എടുത്തു കൊടുക്കും, ഒരുക്കി വീഴല്ലേ. കൊട്. മത്സരത്തിന് വരാതെ ബാക്കിൽ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണല്ലേ കുഞ്ഞു മോനെ. റെഡി, കൃത്യമായിട്ട് കാതിലും മാലയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ വിജയി എന്ന് പറയുന്നത് നമ്മളെ പ്രിയപ്പെട്ട മുള്ളിയുടെ പേരൊന്നും കൂടി പറഞ്ഞേ. ആയിഷക്ക് നല്ലൊരു കൈ കൊടുത്തു ഉഷാറായിട്ട്. അപ്പൊ ആയിഷയാണ് ഇന്നത്തെ നമ്മുടെ വിജയി എന്ന് പറയുന്നത്. അപ്പൊ ആയിഷക്കുള്ള നമ്മുടെ സ്നേഹ സമ്മാനമാണ്. ആയിഷ കൂടിക്കുള്ള സ്നേഹ സമ്മാനം ഗാനാഞ്ജലി സ്പോൺസർ ചെയ്യുന്ന സമ്മാനം. നല്ല കയ്യടി പോരാട്ടെ, ഉഷാറായിട്ട്. എഴുതാം, വായിക്കാം, വരക്കാം, പഠിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ആയിഷക്കുട്ടി താങ്ക് യു സോ മച്ച്. അപ്പൊ ബാക്കി 2 പേർക്കുള്ള പ്രോത്സാഹന സമ്മാനമുണ്ട്. മനോഹരമായിട്ട് മത്സരിച്ച പ്രിയപ്പെട്ട 2 പേർക്കുള്ള സ്നേഹ സമ്മാനമാണ്. അപ്പൊ ഇതാ ഓടി വാ. യെസ്, എന്റെ കുഞ്ഞു വാ. കയ്യടി പോരാ, ഉഷാറായിട്ട്. ഹാപ്പിയാണോ? ഹാപ്പി അല്ലേ? അടിപൊളി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ചെരുപ്പിട്ടുള്ളൂ കേട്ടോ, ചെരുപ്പിട്ടു. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ വീണ്ടും